ഡോക്ടറിന് എങ്ങനെ DHA ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. MBBS ഡോക്ടേഴ്സിന് ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. ഈസിയാണ് ഇവരുടെ ജോബും കാര്യങ്ങളും. കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി കിട്ടൊരു വാല്യൂ കിട്ടും ഇവർക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ദുബായിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. DHA ഒരു ഡോക്ടറിന് എങ്ങനെ DHA ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഡോക്ടേഴ്സിൻ്റെ കേസിൽ ഇപ്പം നമുക്ക് ആദ്യം ജനറൽ പ്രാക്ടീഷണേഴ്സ് GP കാറ്റഗറി തന്നെ പറയാം. MBBS ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ ആദ്യം അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് അതിനെ അപ്ഡേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെ അവർ ഡോക്ടേഴ്സ് ആകുമ്പം കൂടുതലും ഇപ്പം കേരള ഡോക്ടർ, അതായത് ഇപ്പം TCMCയിലൊക്കെ രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ TCMC ത്രൂ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. പിന്നെ വേറെ സ്റ്റേറ്റിലൊക്കെ രജിസ്ട്രേഷൻ ഉള്ള ഡോക്ടേഴ്സ്, ഇപ്പോൾ കർണാടക മെഡിക്കൽ കൗൺസിൽ, തമിഴ്നാട് മെഡിക്കൽ കൗൺസിൽ, അതായത് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് അവർ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പ്രോസസ് ആയിട്ട് വരുന്നത്. ലൈസൻസ് വാലിഡ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ലൈസൻസ് വാലിഡ് അല്ലെന്നുണ്ട് റിന്യൂ ചെയ്തതിന് ശേഷം മാത്രം ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യാം. അതെ, അതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ നമുക്കിവിടെ TCMC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ. ഓക്കെ, പിന്നെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് നമ്മുടെ ഡേറ്റ ഫ്ലോ, MBBSന്റെ ഡേറ്റ ഫ്ലോ ചെയ്യാന്നുള്ളതാണ്. അതിൽ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് നമ്മൾ പറയുമ്പോൾ MBBS ഡോക്ടേഴ്സിന് ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ MBBSന്റെ ഡിഗ്രിയും ഇന്റേൺഷിപ്പും മാൻഡേറ്ററി ആയിട്ട് അവർ ഡേറ്റ ഫ്ലോയിൽ വെരിഫൈ ചെയ്യണം. എത്ര വർഷം എക്സ്പീരിയൻസ് നമുക്ക് GP കാറ്റഗറി ആകുമ്പോൾ 2 years മതി. സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ 3 years കാണിക്കേണ്ടത്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ MS, അതുപോലെ തന്നെ MD ഒക്കെ ഉള്ളവർ, പിന്നെ DNB ഒക്കെ ചെയ്തിട്ടുള്ളവരും അവരൊക്കെ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലായിരിക്കും പോകുന്നത്. പ്രോഗ്രാം ചെയ്ത എല്ലാവരും അവർക്ക് എല്ലാവർക്കും 3 yearsന്റെ എക്സ്പീരിയൻസ് വരും. PG ചെയ്ത എല്ലാവരും PG രജിസ്ട്രേഷന് ശേഷമല്ലേ? ഇല്ല, ഇതിപ്പോ ദുബായിൽ എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷന് മുമ്പുള്ള എക്സ്പീരിയൻസും അക്സെപ്റ്റബിൾ ആണ്. കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോഴ്സ് കംപ്ലീഷൻ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. എക്സ്പീരിയൻസ് അവർക്ക് അല്ലാതെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം. 3 year വേണം. ഡോക്ടർ ആണെങ്കിൽ 2 year ഹോസ്പിറ്റലായാലും പ്രശ്നമില്ല. പിന്നെ ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ കൂടുതലും ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കും എബ്രോഡ് പോകുമ്പം കുറച്ചും കൂടി ഈസിയാണ് ഇവരുടെ ജോബും കാര്യങ്ങളും. കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി കിട്ടൊരു വാല്യൂ കിട്ടും ഇവർക്ക്. അതെ, പിന്നെ വരുന്നത് പിന്നെ ഡേറ്റ ഫ്ലോ, ഇതിൻ്റെ എന്താ പറയുക, പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ. ഡോക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ മെഡിക്കൽ കൗൺസിൽ, MBBS ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി, പിന്നെ അവരുടെ എംപ്ലോയർ, അവരെവിടെ വർക്ക് ചെയ്തു, അവിടെ എല്ലാം വെരിഫിക്കേഷൻ പോയിട്ട് ഫൈനലി ഡേറ്റ ഫ്ലോയുടെ റിപ്പോർട്ട് അവർക്ക് കിട്ടുന്നു. ഒരു 30 working days ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് കോച്ചിങ് എന്താന്നുള്ളത് പറയാം. MBBS ഡോക്ടേഴ്സിന് GPക്ക് സെപ്പറേറ്റ് കോച്ചിങ് ആണ്. അതെ, സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് സ്പെഷ്യലിസ്റ്റിന് നമുക്ക് ആക്ച്വലി കോച്ചിങ് ആയിട്ട് ഇല്ല. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കോച്ചിങ് നമുക്ക് MBBSന്റെ മാത്രമാണ് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. MBBSന്റെ കോച്ചിങ് ആക്ച്വലി നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഏകദേശം ഒരു 45 working daysന്റെ കോച്ചിങ് കിട്ടും. നമ്മളൊരു എനി ടൈം കൺവീനിയന്റ് ടൈം. കാരണം ഡോക്ടേഴ്സ് ഒക്കെ ആകുമ്പോഴും അവർ കുറെ ഹെക്ടിക് ഷെഡ്യൂൾസ് ഒക്കെ ആയിരിക്കും. നൈറ്റ് ഡ്യൂട്ടി കാണും. നമുക്ക് വീക്ക്ലി ട്യൂട്ടറുമായിട്ടൊരു സെഷൻ ഉണ്ട്, ഒരു ലൈവ് സെഷൻ ഉണ്ട്. അപ്പോൾ 45 working daysന്റെ ഈ റെക്കോർഡഡ് സെഷൻ എന്ന് പറയുമ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിന്റെ ആക്സസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. എനി ടൈം അവർ ആ മൊബൈൽ ആപ്പ് ത്രൂ പഠിക്കുന്നു. അതിൽ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, സിലബസ് എല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം എല്ലാം ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ആപ്പ് കൊടുക്കുന്നത്. പിന്നെ വീക്കിലി ഒരു സെഷൻ ട്യൂട്ടറുമായിട്ട് ലൈവ് സെഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ അവർക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോകാം. അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സാം ബുക്കിംഗ് ആണ്. എക്സാം ബുക്ക് ചെയ്യുന്നത് പ്രോമെട്രിക്കിലാണ്. നമുക്ക് ട്രിവാൻഡ്രത്താണ് കേരളത്തിലെ സെന്റർ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ പുറത്ത് ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഓരോ സ്റ്റേറ്റിലും പ്രോമെട്രിക്കിന്റെ എക്സാം സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് എവിടെയാണോ കൺവീനിയന്റ് ആ എക്സാം സെന്റർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എബ്രോഡ് പോയിട്ടാണ്, ഇപ്പൊ ദുബായി പോയിട്ടാണ് എക്സാം എഴുതുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നും പ്രശ്നങ്ങളില്ല. വേറെ കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എവിടെ വേണം. ഗ്ലോബലി പ്രോമെട്രിക്കിന് സെന്റേഴ്സ് ഉണ്ടല്ലോ. അവർക്ക് ഏതാണോ കൺവീനിയന്റ് അവിടെ പോയിട്ട്
എക്സാം എഴുതാം, അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഡേറ്റ് നോക്കി എക്സാം ബുക്ക് ചെയ്യാൻ പറ്റും. പോകുമ്പോഴും നമുക്ക് ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററും വെച്ചേക്കണം കയ്യിൽ. പിന്നെ ഒറിജിനൽ പാസ്പോർട്ടും കൂടെ കയ്യിൽ വെക്കുക. ഒരു എന്തെങ്കിലും വെരിഫിക്കേഷൻ വന്നാൽ പാസ്പോർട്ട് കോപ്പിയും വേണം. അവിടെ ഇൻവിജിലേറ്റേഴ്സ് കാണും, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസിങ് ആണ്. ഇതിപ്പം എക്സാമും കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സിന് BLSന്റെ ACLSന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് പിന്നെ ഡയറക്റ്റ്ലി എലിജിബിലിറ്റി എടുക്കാം എന്നുള്ളത് ഒരു പ്രോസസ്സാണ് വരുന്നത്. അത് ഏകദേശം ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിൽ എലിജിബിലിറ്റി കംപ്ലീറ്റഡ് ആയിട്ട് എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. ആ ലെറ്ററുമായിട്ട് വേണം ഇവര് എംപ്ലോയറിനെ അപ്രോച്ച് ചെയ്തിട്ട്, എംപ്ലോയർ ആയിരിക്കും പിന്നെ പെർമനന്റിന്റെ ലൈസൻസിങ് ചെയ്യുന്നത്. നമുക്ക് എവിടെയാണോ ജോബ് കിട്ടുന്നത് ആ എംപ്ലോയർ ആണ് നമ്മുടെ DHA ലൈസൻസ് ആക്റ്റീവ് ആക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ വിസ പ്രോസസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട്. പിന്നെ അതിന് മുൻപ് അവര് സർട്ടിഫൈഡ് അറ്റസ്റ്റേഷനും കൂടെ ചെയ്യണം. വിസ പ്രോസസിംഗിനും നമ്മുടെ എംബസി അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. UAE ലാണെന്നുണ്ടെങ്കിൽ, ദുബായിലാണ് പോകുന്നുണ്ടെങ്കിൽ UAE എംബസി അറ്റസ്റ്റേഷൻ ആണ് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് അറ്റസ്റ്റേഷൻ. ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള UAE എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം, ദുബായിൽ നിന്നുള്ള മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ MBBSന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും അറ്റസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ ഒന്നും അങ്ങനെ ആരും അത് ചില എംപ്ലോയീസ് മാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് ഡിപ്പെൻഡ്സ് ഓൺ എംപ്ലോയർ ആണ്. പക്ഷേ 90% കേസുകളിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ നമുക്ക് PG സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ MD സർട്ടിഫിക്കറ്റും കൂടെ ചെയ്യുന്നത് ബെറ്റർ ആണ്. അപ്പോൾ രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എംബസി അറ്റസ്റ്റേഷൻ്റെ പ്രോസസ്സ് അതൊരു 12 വർക്കിംഗ് ഡേയ്സ് ഒക്കെ കൊണ്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു MBBSന്റെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ മെയിനായിട്ട് MBBSൽ ചോദിക്കാനുള്ള ഡൗട്ട്സ് ഇതൊക്കെ തന്നെയാണ്. എക്സ്പീരിയൻസിന്റെ കേസ് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് ഇനി 3 years ആണോ? ഇല്ല, നോർമലി GP ആകുമ്പം 2 years തന്നെ മതിയാവും. പിന്നെ ഇതിലും അവർക്ക് അങ്ങനെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അവർക്ക് എനി ടൈം അവരെ എത്ര നാൾ അവർക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രയും നാൾ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അത് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് 2 years ഇതിലും ഗ്യാപ്പ് അക്സെപ്റ്റബിൾ അല്ല. DHA എൻ്റയർലി 2 years കൂടുതൽ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ഡേറ്റ ഫ്ലോയുടെ റിപ്പോർട്ട് ലൈഫ് ടൈം ആണ്. എക്സാമിന്റെ വാലിഡിറ്റി 5 years ആണ്. DHAയുടെ എലിജിബിലിറ്റിക്ക് 1 yearന്റെ വാലിഡിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഒരു DHAയുടെ പ്രോസസ്സിംഗ് ചെയ്തിട്ട് ഒരു ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ പിന്നെ MBBSന് ശേഷം MD ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ MBBSും MD മാൻഡേറ്ററി ആയിട്ട് അവർ വെരിഫൈ ചെയ്യണം. MDക്ക് ശേഷമുള്ള 3 yearsന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് DHAക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. MBBSന് ശേഷമുള്ളതല്ല, MDക്ക് ശേഷം 3 years എക്സ്പീരിയൻസ് വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ. ഞങ്ങളുടെ എക്സ്പെർട്ടുകൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസിലി ദുബായിലേക്ക് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ പറഞ്ഞു തരാം. കാരണം നമ്മളിതൊരു ചെയിൻ ആയിട്ടാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എന്തൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിക്ക് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ പ്രോസസ്സും ട്രൂവേഡ് അണ്ടറിൽ നിങ്ങൾക്ക് പല പല ഏജൻസികളിൽ അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല. ഫുൾ പ്രോസസ്സ് ഞങ്ങൾ തന്നെ ചെയ്തു തരും. മീൻസ് ലൈസൻസിൻ്റെ റിന്യൂവലിൻ്റെ ഗൈഡൻസ് തൊട്ട് ലൈസൻസ് എടുക്കുന്ന വരെയുള്ള പ്രോസസ്സ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച്, ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഡെന്റൽ ഈ ബേസിക് ഡിഗ്രിയിൽ വരുന്ന BDSനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.